എല്ലായിടത്തും ഒന്ന് ചർച്ച ചെയ്യട്ടോ, അവിടെയുള്ളവരെ ഒന്ന് ചോദിക്കുക. അതിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു. അതിലെ കുറച്ച് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറയെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ് സംഭവിച്ചിരിക്കുന്നത്. വൈകാരികമായ കാഴ്ചകളാണ് ദുരന്തഭൂമിയിൽ എങ്ങും കാണാൻ കഴിയുന്നത്. 25ഓളം വീടുകളാണ് ഇത്തരത്തിൽ നശിച്ച് വെണ്ണീറാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരത്തിൽ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃക്സാക്ഷികൾ വളരെ ഞെട്ടലോടുകൂടി ആ കഥകൾ വിവരിക്കുകയും ചെയ്തു. നാടകീയമായ ഒരുപക്ഷെ ഒരു നാടിനെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ ദിവസം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ഫോടനം നടന്ന ഉടനെ ഉണ്ടായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം ഉണ്ടായ വളരെ ഞെട്ടിക്കുന്ന ആ പ്രദേശത്തെ നടുക്കിയ കാഴ്ചകളാണ്, ആദ്യ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെ അതിൻ്റെ ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, സ്ഫോടനത്തിന് ശേഷമുണ്ടായ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, അങ്ങനെ പരിക്കേറ്റ ആളുകളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 16 പേർക്കാണ് ഈ ദുരന്തത്തിൽ പരിക്കേറ്റത്. ഒരാൾ മരണപ്പെട്ടു. വിഷ്ണു എന്ന ഉള്ളൂർ സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരനാണ്. പൊട്ടിത്തെറിയുണ്ടായ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ വിഷ്ണു എന്ന ആൾ മരണപ്പെട്ടിരുന്നു. വാഹനത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ഇറക്കുന്നതിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് വിഷ്ണു. അങ്ങനെ സ്ഫോടനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ആളുകളെ മാറ്റുന്നു ആശുപത്രിയിലേക്ക്. ഉഗ്ര സ്ഫോടനത്തിൽ ആ ഭൂമി മുഴുവൻ വെണ്ണീറായി എന്ന് നമുക്ക് പറയേണ്ടി വരും. നടുക്കുന്ന കാഴ്ചകൾ, സ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. ദുരന്തത്തിന്റെ ആഴം വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ തിങ്ങി നിറഞ്ഞ് നിന്ന ഒരു ഭൂമിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായിരിക്കുന്നത്. പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് അവിടെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കാൻ ശേഖരിച്ച പടക്ക സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. അത്യുഗ്രൻ ശബ്ദത്തോടു കൂടിയാണ് ഈ സ്ഫോടനം നടന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ദൃക്സാക്ഷികൾക്കൊക്കെ തന്നെ ആ നിമിഷം ഇപ്പോഴും വിവരിക്കാൻ കഴിയാത്ത വണ്ണം ഉള്ളുരഞ്ഞു പോയിരിക്കുന്നു. നിരവധി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഭാഗ്യം കൊണ്ടായിരുന്നു മരണത്തിന് കീഴടങ്ങേണ്ടി വരാത്തൊരു സാഹചര്യം. അത്യന്തം ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമെന്നാണ് ഏവരും പറയുന്നത് മാതൃഭൂമി ന്യൂസിനോട്. അങ്ങനെ ദുരന്തഭൂമിയായി തൃപ്പൂണിത്തുറ മാറുന്നു. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അവരിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. വിവിധ ആശുപത്രികളിലായി 16ഓളം പേരെയാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദാരുണമായ ഒരു സംഭവത്തിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും. അതിന്റെ സ്ഫോടന ശേഷമുള്ള ആദ്യത്തെ ദൃശ്യങ്ങളാണ്. 1 കിലോമീറ്ററോളം പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. ആദിത്യൻ ഓമനക്കുട്ടനിലേക്ക് പോകുന്നു. ആദിത്യൻ, ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഴം വ്യക്തമാകുന്നുണ്ട്, പരപ്പ് വ്യക്തമാകുന്നുണ്ട്. എന്താണ് നമുക്ക് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആളുകളുടെ ആരോഗ്യനില, ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? അവശിഷ്ടങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടോ? സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായും നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതീക്ഷ ഏകദേശം ഏറെക്കുറെ എല്ലാ സ്ഫോടക വസ്തുക്കളും നിർവീര്യമാക്കി എന്ന് നമുക്ക് കരുതാം. ആശങ്ക ഒന്നും നിലവിലില്ല. കാരണം ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്കിൽ കൂടി തീയും നിയന്ത്രണ വിധേയമാക്കി സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അവശിഷ്ടങ്ങളും ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിൽ നിന്നും ഈ വീടുകളൊക്കെ വാസയോഗ്യമായി മാറ്റുന്നതിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ വീടുകളിൽ കയറി ഇറങ്ങി ഈ വീടുകളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ അതിന്റെ ആഘാതത്തിന് കണക്കെടുക്കുകയാണ്. അപ്പോൾ തന്നെ അവരും മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിൽ അവർ ഞെട്ടിയിരിക്കുകയാണ്. അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ MP ഹൈബി ഈഡൻ, കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരുടെ ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം ഈ മേഖലയിൽ തിരച്ചിലും പരിശോധനയും സ്ഥിതിഗതികളും വിലയിരുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത്
ഈ പടക്കശാലയ്ക്ക് താഴെ അല്ലെങ്കിൽ പടക്ക ഗോഡൌണിന് തൊട്ടടുത്തുള്ളായിരുന്ന ഒരു വീട്ടിലാണ്. ഈ വീടിന്റെ അവസ്ഥയാണ് ഇവിടുത്തെ ഒരു കേവല ഉദാഹരണം മാത്രമാണ് ഇത്. ഈ വീട് നാമാവശേഷമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ കസേരകളും മേശകളും ജനാലകളും ഒക്കെ തകർന്ന് ഇവിടേക്ക് വീണിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടതാണ് ആ വാഹനത്തിന് മുകളിൽ മേൽക്കൂര തകർന്ന് വീണ ആ വാഹനവും നശിച്ചിരിക്കുകയാണ്. അതങ്ങനെ ഒരു കുടുംബത്തിന് ഉണ്ടാകാനാവുന്ന ഏറ്റവും വലിയ നഷ്ടം ആ വീടും ആ കിടപ്പാടവും നശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വാഹനവും നശിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു നഷ്ടത്തിലേക്ക്, ബാധ്യതയിലേക്ക് കുടുംബങ്ങൾ കടക്കുകയാണ്. അതിനെല്ലാം ഉപരിയായി അവർക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടുക എന്ന ഭാഗ്യമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു തടി അലമാര, ഒരു മേശ ഒരു വീടിന്റെ ഹാളിലേക്ക് മറിഞ്ഞു വീണതാണ്. ഈ സമയത്ത് ഇവിടെ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ആളപായം, വലിയ ആളപായം ഒഴിവായി. ഈ വീട്ടിലുണ്ടായിരുന്നത് ഒരു പ്രായമായൊരു ആളാണ്. അദ്ദേഹം ഈ ഡൈനിങ് ഹാളിന് അപ്പുറത്തെ റൂമിലായതുകൊണ്ട്, അതായത് ഈ സ്ഫോടക നടന്ന ആ ഒരു വശത്തു നിന്നും, ഇടതുവശത്തു നിന്നും മാറി വലതുവശത്തെ റൂമിലായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജീവഹാനി സംഭവിക്കാഞ്ഞത്. കാരണം ഇതിന്റെ അടുക്കളയിൽ പോലും, അതായത് ഇങ്ങേയറ്റത്തെ ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഫോടനത്തിൽ മരിച്ച തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. വിഷ്ണുവിന്റെ ഫോട്ടോയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.